ജീവൻ നൽകുമെന്ന് കൂടി ഞാൻ വാഗ്ദാനം ചെയ്തു. എന്റെ സ്വന്തം ഈസ്റ്റർ കഴിഞ്ഞു വരുന്ന ആദ്യ ഞായറാഴ്ച ആത്മാക്കളോടുള്ള, പ്രത്യേകിച്ച് നീച പാപികളോടുള്ള അളവറ്റ കരുണയാൽ എന്റെ ഹൃദയം കവിഞ്ഞൊഴുകുന്നു. ഞാൻ അവരുടെ പ്രിയ സഹോദരങ്ങളെ, ഈശോ തന്റെ പരസ്യ ജീവിതത്തിന്റെ അവസാനത്തില് അവിടുന്ന് അതിക്രൂരമായ പാടുപീഡകൾ സഹിച്ചു. ഈശോ ക്രൂരന്മാരായ പടയാളികളിൽ നിന്ന് ചമ്മട്ടടി ഏൽക്കപ്പെട്ടു. ഈശോയുടെ ശിരസില് മുൾക്കിരീടം അടിച്ചിറക്കപ്പെട്ടു. ഈശോയുടെ താടിമീശകൾ വലിച്ചു പറിച്ച് അവിടുത്തെ ഏറ്റവും നിന്ദ്യമായി ക്രൂരമായി അവിടുത്തോട് പെരുമാറി. അവസാനം വസ്ത്രങ്ങൾ ഉരിഞ്ഞു മാറ്റി നഗ്നനാക്കി മരക്കുരിശിൽ കിടത്തി കൈകാലുകളിലെ കാലിരുമ്പാടിൽ അടിച്ചിറക്കി. ആകാശത്തിനും ഭൂമിക്കും മധ്യേ മരക്കുരിശിലെ മൂന്നാണികളിൽ മേൽ തൂങ്ങപ്പെട്ട് അവസാനതുള്ളി ചോരയും ചിന്തി അവിടുന്ന് കുരിശിൽ കിടന്ന് പിടഞ്ഞ് മരിച്ചു. സഹോദരങ്ങളെ, ഈ ലോകത്തിന്റെ മുഴുവൻ പാപഭാരമാണ് ഈശോ തന്റെ ശരീരത്തിൽ ഏറ്റെടുത്തത്. ഇന്നേവരെ ജനിച്ചതും ഇനി ജനിക്കാനുള്ളതുമായ സകല മനുഷ്യരുടെയും പാപങ്ങൾക്കുള്ള പരിഹാരമാണ് ഈശോ തന്റെ കാൽവരി ബലിയിലൂടെ അവിടുന്ന് പൂർത്തിയാക്കിയത്. അങ്ങനെ ഈ ലോകത്തിലുള്ള സകല മനുഷ്യരുടെയും പാപങ്ങൾക്ക് പരിഹാരം ഈശോ ചെയ്തു കഴിഞ്ഞു. സഹോദരങ്ങളെ, എന്തിനാണ് പാപമോചനം നേടുന്നത്? കാരണം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച സർവശക്തനായ ദൈവം, സർവചരാചരങ്ങളെയും സൃഷ്ടിച്ചവൻ, എല്ലാറ്റിന്റെയും ഉദയവനായ ദൈവം തന്റെ സൃഷ്ടിയില് ഏറ്റവും ശ്രേഷ്ഠമായ മകുടമായ സൃഷ്ടിയാണ് മനുഷ്യൻ. കാരണം വിശുദ്ധ ലിഖിതം പറയുകയാണ്, ദൈവം തന്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. മനുഷ്യനിൽ ദൈവം തന്റെ ആത്മാവിനെ നിവേശിപ്പിച്ചിരിക്കുന്നു. മനുഷ്യൻ അവൻ ശരീരം മാത്രമല്ല, ആത്മാവുമുണ്ട്. ആത്മാവ് നിത്യമാണ്, അതിന് അവസാനമില്ല. ദൈവത്തിന്റെ പദ്ധതി, ദൈവഹിതം എന്ന് പറയുന്നത് ഈ ലോക ജീവിതത്തിന് ശേഷം അവന്റെ ആത്മാവ് ദൈവസന്നിധിയിൽ എത്തിച്ചേരുക എന്നുള്ളതാണ്. എനിക്ക് നിന്നെ കുറിച്ചൊരു പദ്ധതിയുണ്ട്. അത് നിന്റെ നാശത്തിനുള്ളതല്ല, ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്. നിനക്ക് ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതി. നിന്റെ പേര് എന്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നിന്റെ കണ്ണീർ കണങ്ങൾ ഞാനിതാ കുപ്പിയിൽ ശേഖരിച്ചിരിക്കുന്നു. നിന്റെ ഒരു തലമുടിയുടെ പോലും ഞാനറിയാതെ പൊഴിയുന്നില്ല. സഹോദരങ്ങളെ, നമ്മളെ സൃഷ്ടിച്ച സർവശക്തനായ ദൈവം, നമ്മളെ പരിപാലിക്കുന്ന ദൈവം, നമ്മളെ അറിയുന്ന ദൈവം, സ്നേഹം തന്നെയായ ദൈവം, കരുണാസാഗരമായ ഒരു ദൈവം, അതാണ് യേശുവിലൂടെ യഥാർത്ഥ സത്യ ദൈവത്തെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവ കരുണയിൽ നമുക്ക് ആശ്രയിക്കാം. ഈശോ വിശുദ്ധ മരിയ ഫൗസ്റ്റീനയോട് പറഞ്ഞു, ഇപ്പോൾ ദൈവ കരുണയുടെ സമയമാണ്, കരുണയുടെ അവസാന മണിക്കൂറാണിത്. എന്റെ കരുണയുടെ വാതിലൂടെ പ്രവേശിക്കാൻ വിസമ്മതിക്കുന്നവര് എന്റെ നീതിയുടെ വാതിലൂടെ പ്രവേശിക്കേണ്ടി വരും. എന്താണ് നീതിയുടെ വാതിൽ? ഈശോ പറഞ്ഞു, ഇപ്പോൾ ദൈവ കരുണയുടെ സമയം. ഏറ്റവും വലിയ പാപിക്കും ഏറ്റവും അധികം കരുണ ലഭിക്കുന്ന സമയം. എന്നാൽ എന്റെ രണ്ടാം ആഗമനത്തിന് വാനമേഘങ്ങളിലെ സ്വർഗീയ ദൂതഗണങ്ങളോടൊപ്പം അഗ്നിജ്വാലയുടെ മധ്യേ അവിടുന്ന് ആഗതനാകുമ്പോൾ അന്ന് കരുണയുടെ രാജാവല്ല,
നീതിയുടെ രാജാവ്. നീതിയോടെ വിധിച്ചാൽ നമുക്ക് ആർക്ക് രക്ഷ നേടാൻ സാധിക്കും? പ്രിയ സഹോദരങ്ങളെ, ഈശോ തന്റെ ശിഷ്യന്മാർക്ക് നൽകിയ കൽപ്പന, നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുവിൻ. വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷിക്കപ്പെടും. യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെ. ഞാൻ സകല മനുഷ്യരുടെയും ദൈവമായ കർത്താവാണ്. എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ? പ്രിയപ്പെട്ടവരെ, നമുക്ക് ദൈവ കരുണയ്ക്ക് വേണ്ടി ആശ്രയിക്കാം, വിശ്വസിക്കാം, ഏറ്റെടുക്കാം. ഈശോ വിശുദ്ധ പൗലോസിനോട് പറഞ്ഞു, മകളെ, നീ ഇപ്പോൾ എന്നെ കാണുന്ന പോലൊരു ചിത്രം വരയ്ക്കണം. ആ ചിത്രത്തില് ഈശോയെ ഞാൻ അങ്ങയിൽ ശരണപ്പെടുന്നുവെന്ന് ആലേഖനം ചെയ്യണം. ഈ ചിത്രം ലോകം മുഴുവൻ വണങ്ങപ്പെടണം. ഈ ചിത്രം വണങ്ങുന്ന ഒരു ആത്മാവ് ഒരിക്കലും നശിച്ചു പോവുകയില്ല. എന്റെ കരുണയിൽ നിന്നും കൃപകൾ സ്വീകരിക്കാനുള്ള ഒരു പാത്രമാണിത്. ഞങ്ങളുടെ സമീപത്ത് നിങ്ങൾ കാണുന്ന യേശുവിന്റെ കരുണയുടെ ചിത്രം, ഇത് ഈശോ ആവശ്യപ്പെട്ട പ്രകാരം ഈശോയെ കണ്ടുകൊണ്ട് വിശുദ്ധ ഫൗസ്റ്റീന വരപ്പിച്ച ചിത്രമാണ്. ഇത് ദൈവകരുണയുടെ അത്ഭുത ചിത്രമാണ്. ഈ ചിത്രം ആവശ്യമുള്ളവർക്ക് സൗജന്യമായി ഇവിടെ നിന്ന് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വേദനകള്, ദുഃഖങ്ങള്, സങ്കടങ്ങള്, നമ്പരങ്ങള്, നമ്മുടെ രോഗാവസ്ഥകള്, കടഭാരങ്ങള്, സാമ്പത്തിക പ്രതിസന്ധികള്, നമ്മുടെ തൊഴിൽ മേഖലയിലുള്ള പ്രതിസന്ധികള്, കുടുംബത്തിന്റെ പ്രശ്നങ്ങള്, എന്തുമായിക്കൊള്ളട്ടെ, എല്ലാറ്റിനും യേശുവിൽ പരിഹാരമുണ്ട്. ദൈവ കരുണയ്ക്കെല്ലാം സാധ്യമാണ്. ദൈവത്തിനൊന്നും അസാധ്യമല്ല. കാരണം ദൈവമാണ് നമ്മളെ സൃഷ്ടിച്ചത്. അങ്ങിൽ ഞാൻ ശരണപ്പെടുന്നു.